ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു Reshma's Happy Land. എല്ലാവരും സുഖമായും സേഫായിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ചാലഞ്ച് വീഡിയോ ആണ്. ചാലഞ്ച് ചെയ്തിരിക്കുന്നത് കറി കോർണറിലെ രാഷ്മിയാണ്. ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചലഞ്ചിൽ എന്നെ കൂടി സെലക്ട് ചെയ്തതിന് താങ്ക് യു രാഷ്മി. ഞാനിവിടെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് വെർമിസെല്ലി ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ്. ഒരു ഡ്രിങ്ക് ആയിട്ടും ഡെസേർട്ട് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. എല്ലാവരും വീഡിയോ ഉണ്ട് നോക്കുക. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സും ബദാമും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ വെർമിസെല്ലിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഞാനൊരു 1/2 കപ്പ് വെർമിസെല്ലി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റെങ്കിലും ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനേ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ 1/4 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒട്ടും കട്ടട്ടാൻ പാടില്ല കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ അതുവരെ നമുക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി വേണോ അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി ആയപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനിയും കുറുകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഇട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു പാകം മതി. ഇനി ഇതൊന്ന് തണുത്ത ശേഷം നമുക്കൊരു ട്രേയിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിത് തണുത്ത ശേഷം ഒരു ട്രേയിലോട്ട് മാറ്റുന്നുണ്ട്. ട്രേ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു പാത്രം ആയാലും മതി. എന്നിട്ടൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണേ. 2 മണിക്കൂർ കഴിഞ്ഞു. ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിലിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷേ ഞാനിവിടെ കാണിക്കുന്നത് ലെയർ ബൈ ലെയർ ആയിട്ടാണേ. ആദ്യം ആ കസ്റ്റാർഡ് മിക്സ് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഏതൊക്കെ ഫ്രൂട്ട്സ് വേണോ അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് മാങ്ങയും മാതളവും പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ചെറീസും ആണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രഷ്ഡ് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെയും കൂടെ ആകുമ്പോൾ കുറച്ച് നല്ല റിച്ച് ആയിട്ട് തോന്നും. ഇതുപോലെ തന്നെ എല്ലാ ലെയറും ചെയ്തെടുക്കാം. വെർമിസെല്ലി ഫ്രൂട്ട് കസ്റ്റാർഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ ചലഞ്ച് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യാനും മറന്നു പോവല്ലേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.